അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അല്ലേ? ഇസ്ലാമിൻ്റെ ഓരോ ഘട്ടങ്ങളും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മൾ അനുകൂലിക്കാനും അതിനെ നമ്മൾ വേണ്ട രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ വിശുദ്ധമായ ദീനിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ആവേണ്ടത്, ഒരു മുസ്ലിമിൻ്റെ ശൈലി എങ്ങനെയാകണം, പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം, ആ മുസ്ലിമിൻ്റെ രീതികൾ എങ്ങനെയാകണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പല ഉപദേശ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുകരിക്കേണ്ട, നമ്മൾ അവിടുന്ന് കാർന്നെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ യഅകുലുന്ന അഹദുകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ. നിങ്ങളെ ഇടത്തെ കൈ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് മാത്രമല്ല കുടിക്കുകയും ചെയ്യരുത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വലതിനെയാണ് ഈ നന്മയ്ക്ക് വേണ്ടി നമ്മൾ മുന്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഏത് കൈ കൊണ്ടാണ് കഴിക്കാറുള്ളത്? വലത്തെ കൈ കൊണ്ടല്ലേ, ഇടത്തെ കൈ കൊണ്ടല്ലല്ലോ. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത്? ഫഇന്ന ശൈത്വാന ലയഅകുൽ ബിശിമാലിഹി വയശ്റബു ബിഹാ. പിശാചാണ് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതും. നമ്മളതുപോലെ ചെയ്താൽ പിന്നെ നമ്മുടെ അർത്ഥം എന്താണ്? നമ്മൾ ആരായി? പിശാച്ചായി നമ്മളും മാറി, ആ പിശാച്ചിൻ്റെ ആളായി നമ്മളും മാറി അല്ലേ? അപ്പം അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നമുക്ക് വേണ്ട അല്ലേ? ഈ ഒരു സ്വഭാവം നമുക്ക് വേണ്ട. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ പിശാച്ചാണ്. മഹാനായ നാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വലാ യഖുദു ബിഹാ. ഒരിക്കലും നിങ്ങൾ കൊടുക്കുകയും ചെയ്യരുത് ഇടത്തെ കൈകൊണ്ട്. ഒരാൾക്ക് നമ്മളൊരു പൈസ കൊടുക്കുകയാണ്, നമ്മൾ പീടിയിലേക്ക് കടയിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ഇടത്തെ കൈകൊണ്ട് നമ്മൾ പൈസ കൊടുക്കരുത്. കൊടുക്കുക പൈസ മാത്രമല്ല, എന്ത് വസ്തു ആവട്ടെ കൊടുക്കുന്നതും അതുപോലെ തന്നെ വലായ അത്വിബിഹ, നമ്മൾ വാങ്ങുന്നതും, കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും വരെ ആ വിഷയത്തിൽ നമ്മൾ ഇടത്തേതിനെ മുന്തിക്കരുത്. വലത് കൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടതും നമ്മൾ വാങ്ങേണ്ടതും എന്ന് മഹാനവറുകൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാല് ആദ്യം ഇടണം, അയക്കുമ്പോൾ ഇടത്തെ കാല് ആദ്യം അയക്കുക, വീട്ടിൽ കയറുമ്പോൾ വലത്ത് കാല് മുന്തിക്കുക. ഇങ്ങനെയൊക്കെ നന്മയുടെ ഭക്ഷണം നമ്മൾ ചെയ്യണം. നന്മയിലേക്ക് നമ്മൾ കയറുകയാണ് അല്ലേ? ഇപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ ഇടത്തെ കാലാണ് മുന്തിക്കേണ്ടത്. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്, അപ്പോൾ ഇടത്തെ കാലാണ് മുന്തിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഹൈറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സുന്നത്തായ പ്രവർത്തനമാണ്, അമലാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കാനുണ്ട്, ഒരുപാട് ഹൈറ് നമുക്ക് നേടാനുണ്ട്. ഇതിനൊക്കെ പല എന്താ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ പാടില്ല. നമ്മുടെ ഇബാദത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ പരിപൂർണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഫർളായ ഇബാദത്തുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പരിപൂർണമാകണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ മറ്റു കാര്യങ്ങൾ സുന്നത്തുകളൊക്കെ നമ്മളൊന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വിജയിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ഫർള് മാത്രം നമ്മൾ ചെന്നാൽ ചിലപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് നിയത്ത് നന്നാക്കി നമ്മളൊന്ന് ശ്രദ്ധ പുലർത്തി നമ്മൾ ചെയ്താൽ ഇത് വലിയ ഒരു പ്രതിഫലാർഹമായിട്ട് നമുക്ക് കിട്ടും. ഈ വിഷയത്തിലൊക്കെ നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ അശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തും, മോനെ ഇങ്ങനെയല്ലടാ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിയാൽ നമ്മുടെ മക്കളൊക്കെ അത് സ്വീകരിക്കും. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാവും, അവിടെ മുതൽ നമ്മളത് പഠിപ്പിച്ചു തുടങ്ങണം. വലത് കൈ കൊണ്ടാണ് തിന്നേണ്ടത്, കുടിക്കേണ്ടത്, ബിസ്മി ചൊല്ലുന്നത്. ഈ ഒരു ചെറിയ ഒരു നന്മ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയിട്ട് ഇതിൻ്റെ ഗൗരവത്തെ അറിയണം. നമ്മൾ പിശാച്ചിൻ്റെ ആളുകളാകരുത്, പിശാച്ചിൻ്റെ സ്വഭാവക്കാരാകരുത്. പിശാച്ചിൻ്റെ പ്രവർത്തനങ്ങൾ അവർ വിളിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ആരും മാറരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.